ഇനി അവർ പറയട്ടയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ് ഷാഡോ പോലീസ്? സാധാരണ പോലീസും ഷാഡോ പോലീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിന് ഇങ്ങനെയൊരു രഹസ്യ പോലീസ് സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? വർഷം 2005, സ്ഥലം കൊച്ചി. ഗുണ്ടായിസവും പിടിച്ചുപറിയും മയക്കുമരുന്ന് കച്ചവടവും സ്ത്രീകളെ ഉപദ്രവിക്കലുമെന്ന് വേണ്ട സകലമാന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഉച്ചസ്ഥായിയിലെത്തിയ സമയം. ഉള്ള പോലീസിനെ കൊച്ചി നഗരം മുഴുവൻ വിന്യസിച്ചിട്ടും കുറ്റകൃത്യങ്ങൾ തടയാൻ ഒരു വഴിയും കാണാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്ന് സിറ്റി കമ്മീഷണറായിരുന്ന പി വിജയൻ IPSന് വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി നടന്നുവരുന്ന ഷാഡോ പോലീസിനെ ഒന്ന് പരീക്ഷിച്ചാൽ എന്താ എന്ന് തോന്നിയത്. പിന്നെ താമസിച്ചില്ല, കൊച്ചിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഷാഡോ പോലീസ് സംവിധാനം നിലവിൽ വന്നു. യൂണിഫോമിലല്ലാതെ ഒരു സംഘം പോലീസുകാർ, 2 പേർ വീതമടങ്ങിയ ഗ്രൂപ്പുകൾ, 2 മൊബൈൽ ഫോണും ഒരു വയർലെസ് സെറ്റും 2 പേർക്ക്. ഒന്നിച്ചല്ലാതെ 100 മീറ്റർ അകലത്തിൽ കാഴ്ചയിൽ നിന്ന് മറയാതെ ഇരുവരും പലയിടങ്ങളിൽ കറങ്ങും. കോളേജിന് മുന്നിലാണെങ്കിൽ ചെത്തുപയ്യന്മാരുടെ വേഷത്തിൽ, തൊഴിലാളി മേഖലയിലാണെങ്കിൽ കൂലി വേഷത്തിൽ, ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർ, റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ എന്നുവേണ്ട മറൈൻ ഡ്രൈവിൽ കഞ്ചാവിരുന്ന് നടക്കുന്ന മയക്കുമരുന്നിനടിമയായ യുവാവായി വരെ പോലീസ് കളത്തിലിറങ്ങി. ഫലം പി വിജയൻ IPSനെ വരെ അത്ഭുതപ്പെടുത്തി. 1 വർഷം കൊണ്ട് 1000 കുറ്റവാളികൾ വലയിലായി. സാധാ പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത നഗരത്തിന്റെ ഇരുണ്ട കോണുകളിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത സമർത്ഥരായ പോലീസുകാർ യൂണിഫോമില്ലാതെ ഇറങ്ങിച്ചെന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരും സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരും മുതൽ വ്യാജ CD വിൽപ്പനക്കാരും സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് ലഹരി തേടിയിറങ്ങിയ കുട്ടികളും വരെ പിടിയിലായി. സംഗതി വിജയമായതോടെ ആലുവ റൂറൽ SP ആയപ്പോൾ ആലുവയിലും, കോഴിക്കോട് സിറ്റി കമ്മീഷണറായപ്പോൾ കോഴിക്കോട്ടും, ഏറ്റവും അവസാനം തൃശൂരെത്തിയപ്പോൾ ഇക്കഴിഞ്ഞ മെയ് മാസം തൃശൂരിലും പി വിജയൻ ഷാഡോ പോലീസ് സംഘമുണ്ടാക്കി. ശബരിമലയിൽ അദ്ദേഹം സ്പെഷ്യൽ ഓഫീസറായതിൽ പിന്നെ അവിടെയുമുണ്ട് ഒരു ഷാഡോ യൂണിറ്റ്. കൊച്ചിയിൽ പിന്നീട് വന്ന മനോജ് എബ്രഹാമും ഷാഡോ പോലീസിനെ നന്നായി ഉപയോഗിച്ചു. മനോജ് തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെയും ഒരു യൂണിറ്റ് തുടങ്ങി. കൊച്ചിയിൽ ഇപ്പോൾ ഷാഡോ പോലീസിൽ ഒരു വനിതാ സംഘം വരെയുണ്ട്. കോഴിക്കോട്ട് ഷാഡോ പോലീസുണ്ടായി 3 മാസത്തിനിടെ 76 കിലോ കഞ്ചാവും 10 കിലോ ബ്രൗൺ ഷുഗറും കറുപ്പും ഒപ്പം 100ഓളം സാമൂഹ്യ വിരുദ്ധരും പിടിയിലായി. തിരുവനന്തപുരത്ത് 80 ഷാഡോ പോലീസുകാർ ഇറങ്ങി 5 മാസത്തിനകം പിടിയിലായത് 150 കുറ്റവാളികളാണ്. ഇക്കഴിഞ്ഞ പൂരത്തോടനുബന്ധിച്ചായിരുന്നു തൃശൂരിൽ ഷാഡോ പോലീസിന്റെ ഗംഭീരമായ അരങ്ങേറ്റം. ഷാലിമാർ എക്സ്പ്രസിൽ കൊണ്ടുവന്ന 1505 മയക്കുമരുന്ന് ആംപ്യൂളുകൾ പിടികൂടിയായിരുന്നു തുടക്കം. പിന്നീടിങ്ങോട്ട് തെളിയാതെ കിടന്നതുൾപ്പെടെ 5 മാസത്തിനിടെ 150 കേസുകളിൽ ഈ സംഘം കുറ്റവാളികളെ അകത്താക്കി. പ്രത്യേക പരിശീലനം നേടിയ കഴിവ് തെളിയിച്ചവരാണ് ഷാഡോ സംഘാംഗങ്ങൾ. വിവരം കിട്ടിയാൽ ഉടൻ ആക്ഷൻ. ഷാഡോ സംഘം വിളിച്ചാൽ 5 മിനിറ്റിനകം കൺട്രോൾ റൂമിൽ നിന്ന് ഫോഴ്സ് എത്തുന്ന രീതിയിലാണ് സംവിധാനം. ഓരോ 2 മണിക്കൂറിലും ഓരോ ഷാഡോ പോലീസും ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ദിവസവും റിവ്യൂ. കഴിവ് തെളിയിക്കുന്നവർക്ക് അപ്പോൾ റിവാർഡ്. എന്നാൽ എന്തെങ്കിലും പിഴവ് പറ്റിയാലോ ഒരു ദാക്ഷിണ്യവുമില്ല, ഷാഡോ ടീമിൽ നിന്ന് ഉടൻ ഒഴിവാക്കും. ചുറ്റുപാടും നോക്കി പോലീസില്ലെന്ന് ഉറപ്പുവരുത്തി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേഷം മാറിയ ഒരു ഷാഡോ പോലീസ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം.
തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ എന്നീ 4 ജില്ലകളിൽ 10,200 പോലീസുകാർ യൂണിഫോം ഇല്ലാതെ നിങ്ങൾക്കിടയിലുണ്ട്. അവരുടെ ജാഗ്രതയാണ് കേരളം കാത്തിരുന്ന പല കുറ്റവാളികളെയും വലയിലാക്കിയത്. നഗരം ഉറങ്ങുമ്പോഴും ഷാഡോകൾ ഉറങ്ങാതിരിക്കുന്നു. പലപ്പോഴും ഊണും ഉറക്കവുമില്ലാതെ, സമയവും സ്ഥലവും സന്ദർഭവും നോക്കാതെ കേരളത്തിനകത്തും പുറത്തും ദിവസങ്ങളോളം സഞ്ചരിച്ച് കുറ്റവാളികളെ വലയിലാക്കുന്ന ഷാഡോകൾക്ക് പറയാനുള്ളത് എന്താണ്? ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഓഫീസർമാരുടെ അനുഭവം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഷാഡോ ചെയ്യുന്നത് എന്ത്? ഇനി അവർ പറയട്ടെ. ഷാഡോ പോലീസ് എന്ന ഒരു സംവിധാനം, ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംവിധാനം രൂപം കൊടുത്തത് ഞാൻ 2005 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കുന്ന സമയത്ത്. സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ചില ക്രിമിനൽസ് ഉണ്ട്. അവരെ പോലീസ് നിരീക്ഷിക്കുക, അവരെ ചേസ് ചെയ്യുക, അവരെ പിന്തുടരുക. അതിനുശേഷം അവർ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള തിയറി, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആശയം. ജനത്തിൻ്റെ ഇടയിൽ മെർജ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേഷവിധാനങ്ങൾ അതാത് സാഹചര്യത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള വേഷവിധാനങ്ങളാണ്. ഉത്സവം നടക്കുന്ന സമയം കാരണം ഞങ്ങൾ വേഷം മാറിയിട്ട് ആ ഉത്സവ പറമ്പിലൂടെയൊക്കെ പോയി ഓരോരുത്തരും വെരിഫൈ ചെയ്തു, നമുക്കെല്ലാം മനസ്സിലായി. പിന്നെ അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ 4 പേരിൽ 2 പേര് ഒരു ജംഗ്ഷനിൽ നിന്നു, ഞങ്ങൾ 2 പേര് വീടൊന്ന് കവർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ പുലർച്ചെ 2 മണിയാണ് സമയം. അപ്പോൾ ഞങ്ങൾ 2 പേര് അവിടെ പോണ സമയത്ത് ബൈക്കിൻ്റെ നല്ലൊരു അരമ്പല സൗരം കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മുന്നിതുപോലെ ബൈക്കിൻ്റെ അരമ്പല വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് രക്ഷപ്പെടുമായിരുന്നു മുമ്പ് പോയപ്പോൾ. അപ്പോൾ അതായിരുന്നു വിചാരിച്ച്. ഞങ്ങൾ എന്നാലും ഒരു സംശയം തോന്നി വന്നപ്പോൾ ബൈക്കിൽ വന്നവരുടെ 2 കയ്യിലും നല്ല വാള്, സിനിമയിൽ കാണുന്ന പോലെ 2 വാളുകൾ ഉണ്ടായിരുന്നു. അവൾ വാള് വീശിയിട്ട് ഞങ്ങളുടെ മറ്റ് 2 പേരെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈസൻസ് വേണ്ടാത്തൊരു എയർ പിസ്റ്റൽ ഉണ്ടായിരുന്നു, ലൈസൻസ് വേണ്ടാത്ത, പക്ഷേ നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. അത് ഒരു 4-5 തവണ ഫയർ ചെയ്ത് അവരടുത്തേക്ക് ഓടി ചെന്നപ്പോൾ അവർ ആ 2 പേരും ഓടിക്കളഞ്ഞു. അറിയാത്തടത്ത് നോക്കാമെന്ന് വിചാരിച്ച് അവർ ഓടിക്കളഞ്ഞു. അതിൽ നമ്മളങ്ങനെ രക്ഷപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ വിളിച്ചാൽ പോകുന്നില്ല. ഞങ്ങൾ ഷാഡോസ് പാസഞ്ചേഴ്സ് എന്നുള്ള നിലയിൽ റോഡ് സൈഡിൽ പോയി നിന്നിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് കൈ കാണിക്കുന്നു, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വാഹനം പോകണമെന്ന് പറയുന്നു, അവർ നിരസിക്കുന്നു. ആ ഓട്ടോറിക്ഷ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നു, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഈ ഒരു പരിപാടി കുറച്ച് ദിവസങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ നിയമം ലംഘിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ച് അതൊരു പേടി സ്വപ്നമായി. ആരാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് നിശ്ചയമില്ലാത്ത സാഹചര്യമായി. എവിടെയാണ് യൂണിഫോം ഈ ഷാഡോ പോലീസ് ഉള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. ഷാഡോ പോലീസ് ടൈമില്ലാണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ചിലപ്പോൾ പല ദിവസങ്ങളിലും നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പല ദിവസങ്ങളിലും ഒന്ന് കുളിക്കാൻ മാത്രം ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും ആ ഡ്രസ്സ് ഇട്ട് വീണ്ടും 24 മണിക്കൂർ എന്നുള്ള 48 മണിക്കൂർ 60 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന ഓരോ വ്യക്തിക്കും തന്നെ നോക്കുന്ന ആളുകളൊക്കെ ഷാഡോസ് ആണോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. യൂണിഫോം ഇട്ട് ചെന്ന് ഒരു കാര്യം ചോദിച്ചാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കിട്ടുന്നത്, നമ്മളിപ്പോൾ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരുടെ ആളായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന അവരുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതിനനുസരിച്ചാണ് നമുക്ക് കേസുകൾ കിട്ടുകയും ചെയ്യുന്നത്. കഞ്ചാവ് വലിക്കുന്നവർ തന്നെയായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ തരുന്നവർ. അവർ പറയും സാർ അത് എന്നോട് വിൽക്കുന്നുണ്ട്, എന്നോട് ഇപ്പോൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ആരെങ്കിലും വാങ്ങിക്കാൻ വിടും. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യണ കുറച്ച് പേരുണ്ടായിരിക്കും, അവർ വാങ്ങിക്കാൻ വിടും. അപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവർ വാങ്ങിക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫേം ആയി. പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് അവിടെ വെച്ചിട്ട് ആക്ഷൻ. ഓട്ടോറിക്ഷ പാർക്കിങ്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, പിന്നെ പൂരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ജനങ്ങൾ അല്ലത്തിങ്ങി കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മേഖലകളിലും നമ്മൾ എത്തിയിട്ടുണ്ട്. അത് ഏത് സമയത്ത് എത്തുകയും ചെയ്യും. നമ്മുടെ ഇപ്പോൾ വീട്ടുകാരായാലും നാട്ടുകാരായാലും നമ്മളെ പലപ്പോഴും കുറ്റം വരെ പറയാറുണ്ട്. കുടുംബത്തെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്ന കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രം നിങ്ങൾ മൊത്തം പോലീസിൻ്റെ മൊത്തം സ്റ്റേഷൻ എടുത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു ത്രില്ല് പോലെയാണത്. എൻ്റെ പോലീസ് ലൈഫിലെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നെനിക്ക് ഒരു സംതൃപ്തി തോന്നിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഷാഡോ വർക്ക് നടത്തിയ കാലഘട്ടമാണ്. സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കുന്നത് ശരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു ഇഫക്റ്റീവ് എക്സ്പെരിമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൾക്കൂട്ടങ്ങളിൽ ഇവരുണ്ട്.
രാത്രിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ശല്യം ചെയ്യലിന് ഇരയാകുന്നത് ഒരു വനിതാ ഷാഡോ ആയേക്കാം. ബീച്ചിൽ സല്ലപിച്ചിരിക്കുന്ന കാമുകന്മാരിൽ ഒരു ഷാഡോ ഗ്രൂപ്പ് ഉണ്ടായേക്കാം. എന്തിനധികം നിങ്ങൾക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു യാത്രക്കാരൻ വരെ ഒരു ഷാഡോ ആയേക്കാം. അതുകൊണ്ട് ജാഗ്രത. യൂണിഫോമും പേരെഴുതിയ ജീപ്പും ലാത്തിയുമില്ലാതെ പോലീസിന്റെ പണി നടക്കുമോ? ഞങ്ങൾ അന്വേഷിക്കുകയാണ്. യൂണിഫോം ഇല്ലാത്ത റിസ്ക്. ഷാഡോകൾക്കൊപ്പം ഒരു ദിവസം. യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ കുറ്റവാളികളെ കണ്ടെത്തുന്നതെങ്ങനെ? മുൻപേ പോകുന്ന ഷാഡോ ജീപ്പിനെ ഫോളോ ചെയ്യുകയല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. വണ്ടി തൃശൂർ വെസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ എവിടേക്കാണെന്നോ എത്ര ദൂരം പോകണമെന്നോ ഒരു ഊഹവും ഇല്ലായിരുന്നു. ജീപ്പ് നേരെ ചെന്ന് നിന്നത് 30 കിലോമീറ്റർ അകലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ. അവിടെ ഒരു 10 മിനിറ്റ്. വന്നുപോയത് ഒരു ഇൻഫോർമറാണ്. ഷാഡോ സംഘം വന്ന വഴിയെ തിരിച്ച് ചൊവ്വല്ലൂർ പടിയിലെത്തി വാഹനം ഇടത്തോട്ട് തിരിച്ച് ഓഫാക്കി നിർത്തി. എല്ലാവരും ഇറങ്ങി. ഇവരിപ്പോൾ സ്കൂൾ ബസ്സിന് റൂഫടിക്കാൻ പറ്റുമോ എന്നന്വേഷിക്കാൻ ചെല്ലുന്ന മാഷുമാരാണ്. തെങ്ങിൻ പറമ്പിലൂടെ കുറേ ദൂരം നടന്നാൽ വെൽഡിംഗ് പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന റൈസിയുടെ വാടക വീട്. കീഴിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 35 ജോലിക്കാർ. കുറച്ചുപേർ റൈസിയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരാൾ വെറുതെ പിറകിലേക്ക് പോയി വന്നു. പിന്നെ കാണുന്നത് റൈസി എന്ന ചെറുപ്പക്കാരനെയും കൂട്ടി എല്ലാവരും പിൻഭാഗത്തേക്ക് നടക്കുന്നതാണ്. കുളിമുറിയുടെ സൈഡിലായി 2 സിമന്റ് ചാക്ക് ചട്ടികളിൽ തഴച്ചു വളർന്നു നിൽക്കുന്നത് കഞ്ചാവാണ്. തലപ്പ് നുള്ളിക്കൊടുത്താൽ ശിഖരങ്ങൾ പൊട്ടി കഞ്ചാവ് പന്തലിച്ചു വളരും. പൂത്ത ചെടി മുഴുവൻ ഉണക്കി ഉപയോഗിക്കാം. ഒരു ചെടിയിൽ നിന്ന് കുറഞ്ഞത് 1/4 കിലോ കഞ്ചാവ് ഉണ്ടാക്കാം. 2 ഗ്രാമിന്റെ ഒരു പൊതിക്ക് 120 മുതൽ മുകളിലേക്കാണ് വില. ഒരു ചെടിയിൽ നിന്ന് 125 പൊതി വരെ ഉണ്ടാക്കാം. പിടിയിലായ ഉടൻ റൈസി കുറ്റം സമ്മതിച്ചു. കഞ്ചാവ് എത്ര കുറച്ചായാലും നട്ടുവളർത്തുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ കൃഷി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഗുരുവായൂർ സ്റ്റേഷന്റെ ജീപ്പിൽ SI ശ്രീജിത്ത് എത്തുന്നു. റൈസി തന്നെ കഞ്ചാവ് ചെടികൾ ചാക്ക് സഹിതം വണ്ടിയിൽ കയറ്റുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് യാത്രയാകുന്നു. സമയം വൈകിട്ട് 7 മണി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് എതിർവശത്തുള്ള ജയ്ഹിന്ദ് മാർക്കറ്റാണ് ഇപ്പോൾ ഷാഡോ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ. കഞ്ചാവ് കച്ചവടം നടക്കാൻ പോകുന്നുണ്ടെന്നറിഞ്ഞാണ് വരവ്. 2 സംഘാംഗങ്ങൾ ഓഫീസിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ പോകുന്നവരായി മാർക്കറ്റിൽ പ്രവേശിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം കാത്തിരിപ്പ് തുടർന്നു. പോയവർ തിരിച്ചു വന്നു. കച്ചവടക്കാർ സ്ഥലം മാറ്റിയിരിക്കുന്നു. നഗരത്തിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ അമല ആശുപത്രിയിലേക്കാണ് ഇനി യാത്ര. ആശുപത്രിക്കടുത്ത് റോഡ് സൈഡിൽ വണ്ടി നിർത്തി. വിൽപ്പനക്കാർ ഉദ്ദേശിച്ച കസ്റ്റമർക്ക് പകരം സ്ഥലത്ത് നിന്നത് ഷാഡോ പോലീസ് നിയോഗിച്ച പുതിയ ആൾ. വിവരം കിട്ടിയതനുസരിച്ച് പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് അയാൾ നിന്നു. ഒരു മാരുതി സെൻ കാറിലും ജീപ്പിലുമായാണ് ഷാഡോ പോലീസ്. നീതിയുടെ കാറിന്റെ തൊട്ട ഓപ്പോസിറ്റ് നീതി മെഡിക്കൽ ഷോപ്പില്ല, ഒരു പയ്യൻ ബൈക്കിൽ കഞ്ചാവുമായി വന്നവർ 2 പേരുണ്ടായിരുന്നു. നിശ്ചയിച്ച സ്ഥലത്ത് ബൈക്ക് സ്ലോ ചെയ്തയുടൻ ഇരുവരും അപകടം മണത്തു കാണണം. പറഞ്ഞയാൾ മാറിയിരിക്കുന്നു. അപ്രതീക്ഷിതമായി ബൈക്കിരപ്പിച്ച് ഇരുവരും രക്ഷപ്പെട്ടു. പിറകിൽ പാർക്ക് ചെയ്ത ഷാഡോ ജീപ്പ് മുന്നോട്ടെടുത്തത് വളരെ പെട്ടെന്നാണ്. ഒപ്പമെത്താൻ ഞങ്ങളുടെ വാഹനം ബുദ്ധിമുട്ടി. ഇടയ്ക്ക് കാഴ്ച മറച്ച് വേഗം തടഞ്ഞ് വന്നു കയറി ഒരു ട്രെയിലർ.
1 കിലോമീറ്റർ പിന്നിട്ട് പേരാമംഗലത്തെത്തുമ്പോൾ വഴിവക്കിൽ കണ്ടത് ഈ കാഴ്ച. കഞ്ചാവ് കൊണ്ടുവന്നവർ സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞുകിടക്കുന്നു. ഇരുവരും ജീപ്പിൽ ചേസ് ചെയ്ത ഷാഡോകളുടെ പിടിയിലാണ്. ASI ഡേവിസാണ് വിദഗ്ധമായി ഇരുവരെയും ജീപ്പിൽ പിന്തുടർന്നത്. പൊതികളിലാക്കിയ കഞ്ചാവ് ഇരുവരിൽ നിന്നും കണ്ടെടുത്തു. സുഗതകുമാറിന്റെ കൈവശമുള്ള കുറ്റവാളികളുടെ ഫോട്ടോ കളക്ഷനിൽ ഒരാളുടെ ചിത്രവും വിശദാംശങ്ങളുമുണ്ട്. അടിപിടി കേസുകളിൽ മുൻപ് അറസ്റ്റിലായിട്ടുള്ള പുല്ലഴി അജയൻ, കൂടെയുള്ളത് രാജേഷ്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തുന്നതിന്റെ ഇടവേളയിൽ ഇരുവരുടെയും മൊബൈലിൽ കോളുകൾ വന്നുകൊണ്ടിരുന്നു. അറ്റൻഡ് ചെയ്തതും മറുപടി പറഞ്ഞതും ഷാഡോകൾ. കഞ്ചാവ് അന്വേഷിച്ചു വന്ന വിളികളുടെ നമ്പറുകൾ നോട്ട് ചെയ്തു. ഇടയ്ക്ക് കാര്യമെന്തെന്നറിയാൻ ചില നാട്ടുകാരെത്തി. പോലീസാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞുപോയി. ഒടുവിൽ യൂണിഫോം ഇട്ട പോലീസ് എത്തി. നാർക്കോട്ടിക് ആക്ടിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ഇരുവരെയും പേരാമംഗലം പോലീസിന് കൈമാറി. കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് 1 കിലോഗ്രാമിൽ താഴെയായതിനാൽ അജയനും രാജേഷും പിറ്റേന്ന് ജാമ്യത്തിലിറങ്ങി. പക്ഷേ അടുക്കളത്തോട്ടത്തിൽ കഞ്ചാവ് വളർത്തിയ റൈസിക്ക് കഞ്ചാവ് വിത്തുകൾ നൽകിയ സുഹൃത്ത് മിഥുനും ഇപ്പോൾ റിമാൻഡിലാണ്. എല്ലായിടത്തും ഇൻഫോർമർമാരുണ്ട്. നാടിന്റെ മുക്കിലും മൂലയിലും നിന്ന് ഷാഡോ പോലീസിന് വിവരം കൈമാറുന്നവർ. ഇവർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഞങ്ങൾ ഈ യാത്രയിൽ 7 ഇൻഫോർമർമാരെ കണ്ടുമുട്ടി. 4 പേർ മയക്കുമരുന്ന് കച്ചവടത്തെക്കുറിച്ചും 2 പേർ ഗുണ്ടകളെക്കുറിച്ചും ഒരാൾ പെൺവാണിഭത്തെക്കുറിച്ചുമുള്ള സൂചനകളാണ് കൈമാറിയത്. പക്ഷേ ഇവരുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ നിർവാഹമില്ല. സുരക്ഷ പരമപ്രധാനമായതിനാൽ ഇൻഫോർമർമാർ ഒരു രഹസ്യമായി തന്നെ ഇരിക്കണം. ഈ സംവിധാനം വ്യാപകമാകേണ്ടതുണ്ട്. നമ്മുടെ നഗരങ്ങൾ കൂടുതൽ നിരീക്ഷണത്തിലും ആകേണ്ടതുണ്ട്. വൈകാതെ കുറെ കൂടി സന്നാഹങ്ങളുമായി എല്ലാ ജില്ലകളിലും ഷാഡോകൾ ഇറങ്ങിയേക്കാം. പിടിച്ചുപറി മുതൽ ഉരുട്ടിക്കൊല വരെ കേരള പോലീസിന് പേരുദോഷങ്ങൾ ഏറെയാണ്. പക്ഷേ നല്ലത് ചെയ്യുമ്പോൾ നന്നെന്ന് പറയണം. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ഷാഡോകൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. ഈ സംവിധാനം കേരളം മുഴുവൻ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ പുതിയ കാലം ഷാഡോകളുടേതായിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളിലുമുണ്ടെങ്കിൽ ഞങ്ങൾക്കെഴുതൂ, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. വിലാസം ഇന്ത്യ വിഷൻ 22 ടവർ, പാടിവട്ടം, കൊച്ചി. ഫോൺ 9447778800. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.